Good afternoon, everyone. Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Okay. Yeah. Hi, Kirti. Okay. Start ചെയ്യാം നമുക്ക്. Yes. Okay. So let's start with prayer, word of the day, and sign. Okay. Prayer varenda, ma'am. Yeah. Parayum. Dear Lord, thank you for the gift for this new day. Please guide my steps, protect me for harm, and fill my heart with your peace and love. Help me to see your blessings in every moment and may I serve others kindness and grace. Amen. Okay. Okay, today's thought. When writing the story of your life, don't let anyone else hold the pen. നിങ്ങളുടെ ജീവിതകഥ എഴുതുമ്പോൾ മറ്റാരെയും പേന പിടിക്കാൻ അനുവദിക്കരുത്. താങ്ക് യു. Yeah. Then sign it. മിസ് ഞാനാണേ. ഇത് ജിഷ മിസ് റെക്കോർഡ് ബുക്കിനകത്ത് നമ്പർ സോങ് സ്വന്തമായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒന്ന് എഴുതിയതാണേ. 1 2 3 4 touch your teeth, la 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 la, la 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 la. 5 6 7 8 touch your head, la 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 la, la 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 la. 9 10 11 12 touch your eyes, la 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 la, la 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 la. 13 14 15 16 touch your nose, la 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 la, la 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 la. 17 18 19 20 touch your legs, la 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 la, la 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 la. La 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 la, la 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 la, la 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 la. Okay. Yeah. Okay, Anju. നന്നായിട്ട് പാടി. നല്ല രസം കേൾക്കാൻ നല്ല രസമുണ്ട്. Okay. ആ മോനും കൂടി ഹെൽപ്പ് ചെയ്ത് അങ്ങനെ എഴുതിയതാ. ആഹാ. Okay, okay. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആണോ? പറയൂ നല്ല ദിവ്യ. വിശേഷം. മാം ഞങ്ങൾക്കൊരു PPT ഷെയർ ചെയ്യാനായിട്ട് ഇന്ന് പ്രസന്റ് ചെയ്യാനായിട്ട്. Okay. ഷെയർ ചെയ്യട്ടെ. അയ്യോ. സ്റ്റാർട്ട് ചെയ്യട്ടെ അപ്പം മാം. കുറച്ചാളേ ഉള്ളോ? പ്ലാൻ എന്താണ്? പറയൂ. ദിവ്യ ആ ടീച്ചറെ നമ്മളത് 4th ഗ്രൂപ്പ് റിപ്പോർട്ട് എക്സ്ക്ലമേഷൻ പറയാൻ പറഞ്ഞിട്ടില്ലേ? ആ അതിന്റെ പറഞ്ഞു തുടങ്ങാനായിരുന്നു. പക്ഷെ 16 പേര് 18 പേരൊക്കെ അല്ലേ ഉള്ളൂ. സമയം അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യട്ടെ എന്നാ ദിവ്യ ചോദിച്ചത്. സ്റ്റാർട്ട് ചെയ്യാം. വെയിറ്റ് ചെയ്യണ്ട. സമയത്തായല്ലോ. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ചെയ്തോ. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാം റെഡി അല്ലേ?
റെഡിയാണ്. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായി നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം വാട്ട് ഈസ് റിപ്പോർട്ടഡ് സ്പീച്ച് എല്ലാവർക്കും അറിയാം, എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോകാം. റിപ്പോർട്ടഡ് സ്പീച്ച് ഈസ് ഓൾസോ നോൺ ആസ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഈസ് എ വേ ഓഫ് കൺവേയിങ് വാട്ട് സമ്മൺ എൽസ് ഹാസ് സെഡ് വിത്തൗട്ട് യൂസിങ് ദെയർ എക്സാക്ട് വേർഡ്സ്. അതായത് മറ്റൊരാൾ പറഞ്ഞ കാര്യം അവരുടെ അതേ വാക്കുകൾ ഉപയോഗിക്കാതെ സ്വന്തം വാക്കുകളിൽ വിവരിക്കുന്ന രീതിയാണ് ഇൻഡയറക്റ്റ് സ്പീച്ച്, അല്ലെങ്കിൽ പരോക്ഷ സംഭാഷണം എന്നാണ് അതിന് മലയാളത്തിൽ പറയുക. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പഠിച്ചു. WH ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പഠിച്ചു. ഇമ്പരേറ്റീവ് സെന്റൻസ് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചും പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിപ്പോർട്ടിംഗ് ഓഫ് എക്സ്ക്ലമേഷൻസ് ആണ്. അതായത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം, അതാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുന്നേ എന്താണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് നോക്കാം. എക്സ്ക്ലമേഷൻസ് എന്ന് വെച്ചാൽ ആശ്ചര്യ ചിഹ്നവാക്യം എന്നാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ മലയാളം. നമ്മളൊരു കാര്യം ആശ്ചര്യത്തോടെയൊക്കെ പറയുന്നു. അപ്പൊ അതിന് അങ്ങനെ ഒരു സെന്റൻസിനെയാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നത്. അതായത് നോട്ട് ചെയ്ത് വെക്കണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഞാൻ പറയാണ്, എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഈസ് എ സെന്റൻസ് that expresses strong emotion such as surprise, joy, sorrow, anger or other intense feelings. അതാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ആശ്ചര്യ ചിഹ്നവാക്യം എന്നത് ശക്തമായ ഒരു വികാരം, അത്ഭുതം, സന്തോഷം, ദുഃഖം, ദേഷ്യം അല്ലെങ്കിൽ മറ്റ് തീവ്രമായ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന വാക്യത്തെയാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എടാ ഒന്ന് ഇത് മുന്നേ പറഞ്ഞ ഒന്നും കൂടെ പറയാമോ? എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്താ എന്റെ ഡെഫിനിഷനാ? ഡെഫിനിഷൻ എഴുതി എടുക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയണേ. എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഈസ് എ സെന്റൻസ് that expresses strong emotion, ശക്തമായ വികാരത്തെ സൂചിപ്പിക്കുന്ന അർത്ഥം. സ്ട്രോങ് ഇമോഷൻ such as surprise, joy, sorrow, anger or other intense feelings, intense feelings, intense feelings, തീവ്രമായ വികാരങ്ങൾ എന്നുള്ള അർത്ഥമാണ് intense feelings. ഓക്കെ ആണോ? അതായത് ആശ്ചര്യ ചിഹ്നവാക്യം എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറഞ്ഞാല് ശക്തമായ ഒരു വികാരം, അത്ഭുതം, സന്തോഷം, ദുഃഖം, ദേഷ്യം അല്ലെങ്കിൽ മറ്റ് തീവ്രമായ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന സെന്റൻസിനെയാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നത്. ഇനി ദീസ് സെന്റൻസ് ടൈപ്പിക്കലി എൻഡ് വിത്ത് ആൻ എക്സ്ക്ലമേഷൻ മാർക്ക്. ഈ സെന്റൻസിന്റെ അവസാനം സാധാരണയായി ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാവും. എക്സ്ക്ലമേഷൻ മാർക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, കാണുന്നുണ്ടോ? ഇതാണ് എക്സ്ക്ലമേഷൻ മാർക്ക്. അപ്പൊ ഈ സെന്റൻസിന്റെ അവസാനം എൻഡില് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടായിരിക്കും. അതൊരു പ്രത്യേകതയാണ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഒരു സെന്റൻസ് കാണുമ്പോൾ അത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണോ എന്ന് തിരിച്ചറിയണമല്ലോ. എന്നിട്ട് വേണം അത് ഇൻഡയറക്റ്റിലേക്ക് മാറ്റാൻ. അപ്പൊ ഒരു സെന്റൻസ് കാണുമ്പോൾ അത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. സെന്റൻസിന്റെ അവസാനം എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാകും. അത് നേരത്തെ പറഞ്ഞു, സെന്റൻസിന്റെ അവസാനം ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ അത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആയിരിക്കും. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് ആയിട്ട്, സെന്റൻസിൽ ഹുറ, അലാസ്, വാവ്
എന്നീ ഇന്റർജെക്ഷൻസ് എന്ന് പറയും. അതായത് ഇന്റർജെക്ഷൻസ് എന്ന് പറഞ്ഞാല് ഈ എക്സ്ക്ലമേഷൻ ആശ്ചര്യത്തെ സൂചിപ്പിക്കുന്ന ചില വാക്കുകളാണ് ഹുറ, അലാസ്, വാവ്. ഇപ്പൊ സന്തോഷമൊക്കെ വരുവാണെങ്കിൽ, സന്തോഷം വരുന്ന ഒരു സെന്റൻസ് ആണെങ്കിൽ അതിൽ ഹുറ എന്നുണ്ടാവും. ഇനി ദുഃഖമാണെങ്കിൽ അത് അലാസ്, ആശ്ചര്യമൊക്കെയാണ് വാവ് എന്നൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഇന്റർജെക്ഷൻസിന് ശേഷം ഒരു എക്സ്ക്ലമേഷൻ മാർക്കോട് കൂടിയുള്ള സെന്റൻസ് ആണെങ്കിൽ അതും എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആയിരിക്കും. ഒരു സെന്റൻസില് ഹുറ, അലാസ്, ALAS, അലാസ്, വാവ് എന്നീ ഇന്റർജെക്ഷൻസിന് ശേഷം ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്. അങ്ങനെയുള്ള സെന്റൻസ് ആണെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ അത് ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആയിരിക്കും. ഇനി അടുത്തൊരു പോയിന്റ് പറയുന്നത്, ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ വാട്ട്, ഹൗ എന്നീ വാക്കുകൾ ഉണ്ടാവുകയും അതോടൊപ്പം ആ സെന്റൻസ് ഒരു എക്സ്ക്ലമേഷൻ മാർക്കോട് കൂടി അവസാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഹൗസ്, വാട്ട് എ ബ്യൂട്ടിഫുൾ ഹൗസ്. പിന്നെ അലാസ്, ഐ ഹാവ് ഫെയിൽഡ്. കാണുന്നുണ്ടല്ലോ അല്ലെ എക്സാമ്പിൾ. ഇതൊക്കെ ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ഹുറ, വി ഹാവ് വൺ ദ മാച്ച്. സ്പീഡ് കൂടുന്നുണ്ടെ പറയണം കേട്ടോ, ഒന്നുകൂടെ പറയാവേ. അപ്പൊ ഇങ്ങനെയുള്ള സെന്റൻസ് ആണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഉണ്ടോ? വാട്ട് എ ബ്യൂട്ടിഫുൾ ഹൗസ്, ലാസ്റ്റ് എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്. അലാസ്, എക്സ്ക്ലമേഷൻ മാർക്ക്. ഐ ഹാവ് ഫെയിൽഡ്. ഹുറ, വി ഹാവ് വൺ ദി മാച്ച്. ഇതാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസിന് എക്സാമ്പിൾ. അപ്പൊ ഇത്ര നേരം നമ്മൾ പഠിച്ചത് എന്താണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പഠിച്ചു. ഇനി ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് കണ്ടാൽ അത് എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് പഠിച്ചു. ഒരു സെന്റൻസ് കാണുമ്പോൾ അത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്നും പഠിച്ചു. ഇനി ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസിനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുന്ന രീതിയാണ് എക്സ്ക്ലമേറ്ററി റിപ്പോർട്ടിംഗ്. ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസിനെ നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുന്ന രീതിയാണ് എക്സ്ക്ലമേറ്ററി റിപ്പോർട്ടിംഗ്. അല്ലേ? സാധാരണ നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിലെ ഒരു സെന്റൻസ് ഡബിൾ ഇൻവേർട്ടഡ് കോമയിലാണ് എഴുതുക അല്ലെ? നമ്മൾ ഇത്ര കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണെന്ന് ഞാൻ ഒന്നുകൂടി ഒന്ന് പറയുന്നുള്ളൂ കേട്ടോ. ഡബിൾ ഇൻവേർട്ടഡ് കോമയിലാണ് എഴുതുന്നത്. അത് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ചിഹ്നങ്ങൾ ഒന്നും തന്നെ പാടില്ല എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇവിടെയും അങ്ങനെ തന്നെ. എക്സ്ക്ലമേഷൻ, പക്ഷെ ഇവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് ഒഴിവാക്കിയിട്ട് ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പ് ഇടണം. ഇവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടല്ലോ, അതും ഒഴിവാക്കിയിട്ട് ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പ് ഇടണമെന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്തെങ്കിലും മനസ്സിലാകാത്തോണ്ടോ പറയണം കേട്ടോ, സ്പീഡ് കൂടുന്നുണ്ടെങ്കിലും പറയണം. ഇനി നമ്മൾ പിന്നെ എന്താ പഠിച്ച, സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബായിട്ട് നമ്മൾ ടോൾഡ്, സെഡ് എന്നൊക്കെ പഠിച്ചല്ലോ. സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ് പഠിച്ചത്. WH ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് ചെയ്യുമ്പം ആസ്ക്ഡ് ആണ് പഠിച്ചത്. ഇമ്പരേറ്റീവ് സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഓർഡേർഡ്, അഡ്വൈസ്ഡ്, കമാൻഡഡ്, റിക്വസ്റ്റഡ് എന്നീ റിപ്പോർട്ടിംഗ് വെർബാണ് നമ്മൾ പഠിച്ചത്. സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബായിട്ട് ടോൾഡ്, സെഡ്, മറ്റേ WH ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആസ്ക്ഡ് ആണ് പഠിച്ചത്. ഇമ്പരേറ്റീവ് സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബായിട്ട് കമാൻഡഡ്, ഓർഡേർഡ്, റിക്വസ്റ്റഡ്, അഡ്വൈസ് പഠിച്ചു കഴിഞ്ഞ കാര്യം കേട്ടോ. അതുപോലെ എക്സ്ക്ലമേറ്ററി സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് വേണമല്ലോ, റിപ്പോർട്ടിംഗ് വെർബ് ഉണ്ട്. അപ്പൊ അതെന്താണെന്ന് നമ്മുടെ ദിവ്യ പിന്നെ അദീബ പറഞ്ഞു തരും. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും മനസ്സിലാകാത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്റെ ക്ലാസ്സിൽ ഇത്രേ ഉള്ളൂ എന്റെ പോർഷൻ കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ എന്റെ ക്ലാസ് മൈൻഡ് അപ്പ് ചെയ്തോട്ടെ, എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഓക്കെ അല്ലേ? ക്ലാസ് എടുത്തു കേട്ടോ, ഒരുപാട് പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, കുറച്ച് പണി എടുത്തു അല്ലേ? ഓ
ഓക്കെ, നല്ല ക്ലാസ് എടുക്കും. എല്ലാവരെക്കാളും എന്താ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു ക്ലാസ്. ഓക്കെ അതെയോ? ഓക്കെ, വെരി ഗുഡ്. ഇനി എന്നാരാ കണ്ടിന്യൂ ചെയ്യാം? ഞാനാണ്. ഹദീഫ. ഗുഡ് ആഫ്റ്റർനൂൺ എവ്രി വൺ. ഇപ്പോൾ ലിഞ്ച് നമുക്ക് എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്താണെന്നും അത് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞു. ഇനി കുറച്ച് എക്സ്ക്ലമേറ്ററി സെന്റൻസ് എക്സ്ക്ലമേറ്ററി വേർഡ്സ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. എക്സ്ക്ലമേറ്ററി വേർഡ്സും അത് ഏതൊക്കെ സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്, അത് ഏത് എക്സ്പ്രഷനെ സൂചിപ്പിക്കുന്നു എന്നാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വേർഡ് ഓ ഔച്ച്. ആ വേർഡ് നമ്മൾ പെയിൻ, നമ്മുടെ പെയിനിനെ സൂചിപ്പിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ഓയും ഔച്ചും. ആണ് യക്ക്. യക്ക് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഡിസ്പ്ലേഷർ എന്ന് പറയുമ്പോൾ അപ്രീതി. നമുക്ക് ഒരു കാര്യം ഇഷ്ടമില്ലാതെ വരുമ്പോൾ അതിനെ നമ്മൾ പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് യക്ക്. നെക്സ്റ്റ് വേർഡാണ് ഗോഷ്. ഗോഷ് എന്ന് പറയുമ്പോൾ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. റേഞ്ച് ഒന്ന് ചെക്ക് ചെയ്തോ. മിസ്, റേഞ്ച് ഓൾറെഡി ഇവിടെ ഉള്ളതാണ്, ഇടയ്ക്ക് ഇങ്ങനെ പോകും പിന്നെ വരും, അങ്ങനെയാണ്. നോക്കട്ടെ. റേഞ്ച് ഉള്ള ഏതെങ്കിലും പലപ്പോഴും മാറി. മിസ് ഇപ്പൊ കേൾക്കാവോ? പക്ഷെ കാണാൻ പറ്റും. വീഡിയോയും കൂടെ ഓൺ ചെയ്താൽ ചിലപ്പോ ഇനിയും സപ്പോർട്ട് ആയില്ലെങ്കിലോ എന്ന് കരുതിയാ. ഞാൻ ഓൺ ചെയ്യാം, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മള് എക്സ്ക്ലമേറ്ററി വേർഡ്സ് ആണ് പരിചയപ്പെട്ടുകൊണ്ടിരുന്നത്. അതില് ഫസ്റ്റ് വേർഡ് ഓ ഔച്ച്, അത് നമ്മൾ പെയിൻ എന്ന എക്സ്പ്രഷനെ സൂചിപ്പിക്കുന്നു. അടുത്ത വേർഡ് യക്ക്. യക്ക് എന്ന് പറയുമ്പോൾ ഡിസ്പ്ലഷർ എന്ന് പറഞ്ഞാൽ അപ്രീതി. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടമില്ലാതെ വരുമ്പോൾ അതിനെ നമ്മൾ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വേർഡാണ് യക്ക്. നെക്സ്റ്റ് വേർഡാണ് ഗോഷ്. ഗോഷ് എന്ന് പറയുമ്പോൾ സർപ്രൈസ്. നമുക്ക് സർപ്രൈസ് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറയണമെങ്കിൽ നമ്മൾ ഗോഷ് എന്ന വേർഡാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഇപ്പി. ഇപ്പി എന്ന് പറയുമ്പോൾ അത് പ്ലഷർ. നമുക്ക് വളരെ ആനന്ദകരമായിട്ടുള്ള ഒരു കാര്യം അറിയിക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്സ്ക്ലമേറ്ററി വേർഡാണ് ഇപ്പി. നെക്സ്റ്റ് വേർഡ് ചിയേഴ്സ്. ചിയേഴ്സ് എന്ന് പറയുമ്പോൾ കൺഗ്രാറ്റുലേഷൻ എന്ന എക്സ്പ്രഷനെ സൂചിപ്പിക്കുന്നു. എന്തെങ്കിലും നമ്മൾ ഒരാളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡാണ് ചിയേഴ്സ്. നെക്സ്റ്റ് വേർഡ് അലാസ്. അലാസ് എന്ന് പറയുമ്പോൾ സോറോ. നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സൂചിപ്പിക്കുന്ന വേർഡാണ് അലാസ്. നെക്സ്റ്റ് യൈക്സ്. അത് നമ്മുടെ ഫിയറിനെ സൂചിപ്പിക്കുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു ഭയമുള്ള കാര്യം അറിയിക്കണമെങ്കിൽ അതിനെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് യക്ക് ഔർ അല്ലെങ്കിൽ യൈക്ക് എന്നുള്ള വേർഡ്സ്. നെക്സ്റ്റ് വേർഡ് ഇൻക്രെഡിബിൾ. ഇൻക്രെഡിബിൾ എന്ന് പറയുമ്പോൾ എക്സൈറ്റ്മെന്റ്. നമുക്ക് അമിതമായിട്ട് എന്തെങ്കിലും ഒരു ആവേശമുള്ള കാര്യം, ഒരു ആവേശത്തെ സൂചിപ്പിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യമാണ് ഇൻക്രെഡിബിൾ. നെക്സ്റ്റ് വേർഡ് ഫ്യൂ. PHEW ആണ് ഫ്യൂ. ഫ്യൂ എന്ന് പറയുമ്പോൾ റിലീഫ്. നമുക്ക് ഒരു ആശ്വാസം എന്ന എക്സ്പ്രഷനെയാണ് സൂചിപ്പിക്കണമെങ്കിൽ നമ്മൾ ഫ്യൂ എന്ന വേർഡ് യൂസ് ചെയ്യും. നെക്സ്റ്റ് വേർഡ് അൺബിലീവബിൾ. അൺബിലീവബിൾ അമേസ്മെന്റ്. അമേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു വിസ്മയം എന്ന എക്സ്പ്രഷൻ ആണ് നമുക്ക് സൂചിപ്പിക്കണമെങ്കിൽ നമ്മൾ അൺബിലീവബിൾ എന്ന വേർഡാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വേർഡ് ഹുറേ. ഹുറേ ജോയ്, സന്തോഷത്തെ സൂചിപ്പിക്കുന്നതാണ് ഹുറേ. നെക്സ്റ്റ് അത് നമ്മളെ അമ്യൂസ്മെന്റ് എന്ന് പറയുമ്പോൾ വിനോദം എന്ന എക്സ്പ്രഷനെ സൂചിപ്പിക്കാനാണെങ്കിൽ നമ്മൾ എന്ന വേർഡാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫീ. അത് നമ്മൾ ഡിസപ്രൂവൽ, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തോട് വിയോജിപ്പുണ്ട്, സമ്മതമില്ല, അതിന് ആ എക്സ്പ്രഷനെ സൂചിപ്പിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ഫീ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് വേർഡ് ആണ് ഗുഡ് ഗ്രേഷ്യസ്. അതും നമ്മൾ സർപ്രൈസ് എന്ന എക്സ്പ്രഷനെ സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് വേർഡ് ബോദർ. ബോദർ അനോയൻസ്. അനോയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശല്യം, എന്തെങ്കിലും ഒരു ശല്യം, അത് നമ്മൾ സൂചിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന വേർഡാണ് ബോദർ. നെക്സ്റ്റ് വേർഡ് ബ്രേവോ. ബ്രേവോ എന്ന് പറയുമ്പോൾ അപ്രൂവൽ, ഒരു അംഗീകാരത്തെ സൂചിപ്പിക്കുന്ന വേർഡാണ് ബ്രേവോ. നെക്സ്റ്റ് വേർഡ് കൺഫോണ്ട് യു. കൺഫോണ്ട് യു എന്ന് പറയുമ്പോൾ ആങ്കർ. കൺഫോണ്ട് യു എന്ന് പറയുമ്പോൾ ആങ്കർ, നമ്മുടെ ദേഷ്യത്തെ സൂചിപ്പിക്കുന്ന വേർഡാണ് കൺഫോണ്ട് യു. നെക്സ്റ്റ് ഓ എന്ന് പറയുന്നത് ഡിസ്ഗസ്റ്റ്, അതായത് നമുക്കൊരു വെറുപ്പുള്ള കാര്യമാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ ഓ എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുന്നത്. ഫോർ ഗുഡ്നെസ് സേക്ക്, അതും നമ്മൾ ആങ്കർ, ദേഷ്യത്തെ സൂചിപ്പിക്കുന്ന വേർഡാണ് ഫോർ ഗുഡ്നെസ് സേക്ക് എന്ന് പറയുന്ന വേർഡ്. നെക്സ്റ്റ് ഗുഡ് ഹെവൻസ്. ഗുഡ് ഹെവൻസ് എന്ന് പറയുമ്പോൾ ഹൊറർ, ഒരു ഭീകരത നിറഞ്ഞ കാര്യമാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഗുഡ് ഹെവൻസ് എന്ന വേർഡാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന എക്സ്ക്ലമേറ്ററി വേർഡ്സും അതിൻ്റെ ഏതൊക്കെ സന്ദർഭങ്ങളിൽ ഏതൊക്കെ എക്സ്പ്രഷനെ സൂചിപ്പിക്കാൻ ഏതൊക്കെ വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നതിനാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു വേർഡാണ് അലാസ്. അലാസ് എന്ന് പറയുമ്പോൾ ഏത് എക്സ്പ്രഷനെയാണ് നമ്മൾ അവിടെ അലാസ് കൊണ്ട് സൂചിപ്പിക്കുന്നത്? അലാസ് സോറോ. സോറോ എന്ന എക്സ്പ്രഷനെ സൂചിപ്പിക്കാനാണ് നമ്മൾ അലാസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദി റിപ്പോർട്ടഡ് സെഡ് അലാസ് മെനി ലൈവ്സ് ഹാവ് ബീൻ ലോസ്റ്റ് ഡ്യൂ ടു സുനാമി. റിപ്പോർട്ടർ പറഞ്ഞു ധാരാളം ആളുകൾക്ക് സുനാമി മൂലം അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അവിടെ അലാസ് എന്നുള്ള വേർഡ് ഏത് എക്സ്പ്രഷനാണ് സൂചിപ്പിച്ചിരിക്കുന്നത്? സോറോയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അലാസിന് ചേർക്കേണ്ട റിപ്പോർട്ടിംഗ് വെർബാണ് എക്സ്ക്ലെയിം വിത്ത് സാഡ്നെസ്, അല്ലെങ്കിൽ എക്സ്ക്ലെയിംഡ് വിത്ത് റിഗ്രറ്റ്, അല്ലെങ്കിൽ എക്സ്ക്ലെയിം വിത്ത് ഡിസപ്പോയിൻമെന്റ്. അപ്പോൾ നമ്മളത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഫസ്റ്റ് നമ്മൾ സബ്ജക്റ്റ് എഴുതുക ദി റിപ്പോർട്ടർ. നെക്സ്റ്റ് നമ്മൾ നമ്മുടെ എക്സ്ക്ലമേറ്ററി വേർഡ് റിമൂവ് ചെയ്തിട്ട് അവിടെ നമ്മൾ റിപ്പോർട്ടിംഗ് വേർബ് ആഡ് ചെയ്തു. എക്സ്ക്ലെയിംഡ് സാഡ്ലി അല്ലെങ്കിൽ എക്സ്ക്ലെയിംഡ് വിത്ത് സാഡ്നെസ് എന്ന് ചേർക്കാം. ദെൻ നമ്മുടെ കൺജങ്ഷൻ ദാറ്റ് യൂസ് ചെയ്യുക. ദെൻ മെനി ലൈഫ്സ് ഹാവ് ബീൻ ലോസ്റ്റ് ഡ്യൂ ടു സുനാമി എന്നതായിരുന്നു നമ്മുടെ സെന്റൻസ്. അത് നമ്മൾ ടെൻസിന് മാറ്റം വരുത്തി. മെനി ലൈഫ്സ് ഹാവ് ബീൻ ലോസ്റ്റ് ഡ്യൂ ടു സുനാമി. അവിടെ ടെൻസ് ചേഞ്ച് ചെയ്തു. അതാണ് അവിടെ വന്ന മാറ്റം. അപ്പോൾ അലാസ് എന്നുള്ള വേർഡ്സ് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട റിപ്പോർട്ടിംഗ് വെർബാണ് എക്സ്ക്ലെയിം വിത്ത് സാഡ്നെസ്. നെക്സ്റ്റ് വേർഡാണ് ബ്രേവോ. ബ്രേവോ എന്ന് പറയുമ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഹി സെഡ് ബ്രേവോ യു ഹാവ് ഡൺ വെൽ. ബ്രേവോ ഏത് എക്സ്പ്രഷനാണ് നമ്മൾ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്? ബ്രേവോ അപ്രൂവൽ, അംഗീകാരത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു ബ്രേവോ. അപ്പൊ ഇവിടെ ഹി സെഡ് ബ്രേവോ യു ഹാവ് ഡൺ വെൽ എന്ന് പറയുമ്പോൾ അവൻ ചെയ്തത് നന്നായിരുന്നു. അപ്പൊ അവനൊരു അംഗീകാരം കൊടുക്കുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഫസ്റ്റ് സബ്ജക്റ്റ് യൂസ് ചെയ്തു. സബ്ജക്റ്റ് ഹി ആണ്, ഹി യൂസ് ചെയ്തു. ദെൻ നമ്മൾ ബ്രേവോ വരുമ്പോൾ ആ എക്സ്ക്ലമേറ്ററി വേർഡ് റിമൂവ് ചെയ്ത് നമ്മൾ ആഡ് ചെയ്യേണ്ട റിപ്പോർട്ടിംഗ് വേർബാണ് അപ്ലോഡഡ്. അപ്ലോഡഡ് എന്നുള്ള വേർഡാണ് അവിടെ ചേർക്കേണ്ടത്. അപ്പൊ അപ്ലോഡഡ്. നെക്സ്റ്റ് നമ്മൾ ഹിം ചേർത്തു, അതായത് നമ്മുടെ സബ്ജക്റ്റ് കഴിഞ്ഞ് റിപ്പോർട്ടിംഗ് വേർബ് ചേർക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആരോടാണ് പറഞ്ഞത്, അതുകൊണ്ട് ഹിം എന്ന് ചേർത്തു. ദെൻ നമ്മൾ യു ഹാവ് ഡൺ വെൽ എന്നായിരുന്നു, അത് നമ്മൾ ചേഞ്ച് ചെയ്ത് കൺജക്ഷൻ ചേർക്കുക. അത് കഴിഞ്ഞിട്ട് ഹി ഹാഡ് ഡൺ വെൽ എന്ന് നമ്മൾ ടെൻസിന് ചേഞ്ചസ് വരുത്തി. ഇപ്പോ ബ്രേവോ എന്നുള്ള വേർഡ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഒരു യൂണിവേഴ്സൽ ട്രൂത്തോ അല്ലെങ്കിൽ ഒരു ജനറൽ ഹാബിറ്റ്സോ ആണ് നമ്മൾ പറയുന്നതെങ്കിൽ നമുക്ക് ടെൻസിന് ചേഞ്ചസ് വരില്ല. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹി സെഡ് ദി വേൾഡ് ഈസ് റൗണ്ട്. വേൾഡ് റൗണ്ട് ആണ് എന്ന് അവൻ പറഞ്ഞു. അത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അത് ലോകമെമ്പാടും
അത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ he said that the world is round. അവിടെ നമ്മൾ ടെൻസിന് ഒരു ചേഞ്ചസും വരുത്തിയിട്ടില്ല. സെന്റൻസ് അതുപോലെ he said എന്ന് ചേർക്കുക, എന്നിട്ട് കൺജങ്ഷൻ മാത്രം യൂസ് ചെയ്യുക that. ബാക്കി സെന്റൻസ് അതുപോലെ എഴുതുക. നെക്സ്റ്റ് വേർഡ് ആണ് ഫീ എന്ന് പറയുന്ന വേർഡ് നമ്മൾ എന്തായിരുന്നു, ഏത് എക്സ്പ്രഷനെ സൂചിപ്പിച്ചുകൊണ്ടിരുന്നേ? ഡിസപ്രൂവൽ. നമുക്ക് ഒരു കാര്യത്തോട് വിസമ്മതമാണ്, അപ്പൊ ആ കാര്യം നമുക്ക് ഇഷ്ടമല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡാണ് ഫീ. അവിടെ നമ്മൾ എക്സാമ്പിൾ നോക്കുമ്പോൾ ഫ്യൂ ദാറ്റ് റെഡിക്കുലസ് ഷീ സെഡ്. അവിടെ ഫ്യൂ വന്നിരിക്കുന്നു, അപ്പൊ നമ്മൾ അവൾ പറഞ്ഞു എന്നാണ് സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഷീ എഴുതി, ഷീ എക്സ്ക്ലൈം വിത്ത് ഡിസപ്രൂവൽ എന്ന റിപ്പോർട്ടിംഗ് വെർബാണ് നമ്മൾ ഫ്യൂ എന്നതിന് ചേർക്കുന്നത്. അപ്പോൾ എക്സ്ക്ലൈംഡ് വിത്ത് ഡിസപ്രൂവൽ, ദെൻ കൺജങ്ഷൻ ദാറ്റ് യൂസ് ചെയ്തു ദാറ്റ്, ദെൻ ടെൻസിന് ചേഞ്ചസ് വരുത്തി വാസ് റെഡിക്കുലസ്. അപ്പോൾ സെന്റൻസ് ഇങ്ങനെ വരും, ഷീ എക്സ്ക്ലൈം വിത്ത് ഡിസപ്രൂവൽ ദാറ്റ് വാസ് റെഡിക്കുലസ്. നെക്സ്റ്റ് വേർഡ് ബോദർ. ബോദർ എന്ന് പറയുമ്പോൾ നമ്മൾ അനോയൻസ്, അതായത് എന്തെങ്കിലും ഒരു ശല്യത്തെ ശല്യം എന്ന എക്സ്പ്രഷനെയാണ് സൂചിപ്പിക്കേണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ബോദർ. അവിടെ നമ്മൾ എക്സാമ്പിൾ നോക്കുമ്പോൾ ബോദർ, ഐ ഹാവ് ലോസ്റ്റ് മൈ കീ ഷീ സെഡ്. അവിടെ അവള് പറഞ്ഞു ഞാൻ എൻ്റെ കീ ലോസ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ഷീ അതുപോലെ ചേർക്കുക, ദെൻ അവിടെ റിപ്പോർട്ടിംഗ് വെർബായിട്ട് വരുന്നത് എക്സ്പ്രസ്ഡ് അനോയൻസ് എന്നുള്ള വേർഡാണ് ചേർക്കേണ്ടത്. എക്സ്പ്രസ്ഡ് അനോയൻസ് ദാറ്റ് ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ കീ. ദാറ്റ് ചേർക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെൻസിന് ചേഞ്ചസ് വരുത്തുക. ഇത്രയാണ് ഞാൻ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സ്പീഡ് കൂടുതലോ ഏതെങ്കിലും പോയിന്റ് കിട്ടാതെ വരുമോ, അങ്ങനെ എന്തെങ്കിലും വന്ന്? ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ടോപ്പിക്ക് ദിവ്യ എടുക്കും. Okay. Yeah. Good afternoon. Good afternoon. ഇപ്പോ അവര് സംസാരിച്ചത് നമ്മുടെ റിപ്പോർട്ടിംഗ് വെർബൊക്കെ മാറ്റിയിട്ട് എങ്ങനെ എക്സ്ക്ലമേറ്ററി വേർഡിനെ ഒരു ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോഴുള്ള കാര്യങ്ങളാണ് അവർ സംസാരിച്ചത്. അപ്പോ ലിൻജി പറഞ്ഞു സെഡ്, സേ, ടോൾഡ് എന്നുള്ളതൊക്കെ മാറ്റിയിട്ട് അവിടെ ഇന്റർജെക്ഷൻസ് വേർഡൊക്കെ മാറ്റി അതിന് എക്സ്ക്ലമേറ്ററി വേർഡ്സ് നമ്മൾ കണ്ടെത്തി അതിന് പകരമായിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് വേർഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഹുറേ എന്നുള്ള റിപ്പോർട്ടിംഗ്, അതായത് എക്സ്ക്ലമേറ്ററി വേർഡിന് ഇനി നമ്മൾ എന്ത് റിപ്പോർട്ടിംഗ് വെർബാണ് ചേർക്കാന്ന് പറയാം. ഇപ്പൊ എല്ലാസ് എന്നുള്ളത്, ഫൈൻ എന്നുള്ളതൊക്കെ അദീബ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓരോ ഫീലിംഗിനനുസരിച്ച്, ഓരോ മൂഡിനനുസരിച്ചിട്ടാണ് നമ്മളത് ആ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കി ആ മൂഡിനനുസരിച്ചിട്ടാണ് എന്ത് പറയുന്നത്, അവിടെ ഒരു റിപ്പോർട്ടിംഗ് വെർബ് കൊടുക്കുന്നത്. ഇപ്പോ ഹുറേ, വാവ്, ഹാ എന്നൊക്കെ പറയുന്ന എക്സ്ക്ലമേറ്ററി വേർഡ് ആണ് നമ്മൾ സെന്റൻസിൽ കണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും അവിടെ എന്ത് ഫീലിംഗ് ആണ് പറയുന്നുള്ളത്. ഇപ്പൊ ഇവിടെ എക്സ്ക്ലൈംഡ് വിത്ത് ജോയ്, എക്സ്ക്ലൈംഡ് വിത്ത് ഹാപ്പി, എക്സ്ക്ലൈംഡ് വിത്ത് ഡിലൈറ്റ്, ഇങ്ങനെയൊക്കെയുള്ള വേർഡ്സ് ഉപയോഗിക്കാവുന്നതാണ്. ഹുറേ, വാവ് എന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമ്മുടെ അത് സന്തോഷം പ്രകടിപ്പിക്കാനാണ് ഹുറേ, വാവ് എന്നൊക്കെ ചേർക്കുന്നത്. അപ്പൊ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. The boy said hooray, we have won the match. മാച്ച് ജയിച്ചതിന്റെ സന്തോഷം പ്രകടിപ്പിക്കാനാണ് ആ കുട്ടി പറഞ്ഞത് എന്ത്, ഹുറേ എന്ന വേർഡ് യൂസ് ചെയ്തത്. ആ ഹുറേ എന്ന വേർഡ് എന്താണ്, എക്സ്ക്ലമേറ്ററി വേർഡ് ആണ്. ആ എക്സ്ക്ലമേറ്ററി വേർഡ് മാറ്റിക്കൊണ്ട് അവിടെ എന്ത് ചേർക്കണം, നമുക്ക് റിപ്പോർട്ടിംഗ് വെർബ് ചേർക്കണം. സാധാരണ റിപ്പോർട്ടിംഗ് സ്പീച്ചിൽ എല്ലാവർക്കും റിപ്പോർട്ടിംഗ് വെർബ് ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോ സാധാരണ ഉപയോഗിക്കുന്ന സെഡ്, സാഡ്, ടോൾഡ്, ആസ്ക്ഡ് ഇതൊക്കെ മാറ്റിക്കൊണ്ട് നമ്മൾ ഇവിടെ ചേർക്കുന്ന എക്സ്ക്ലമേഷൻ എന്തായിരിക്കും, എക്സ്ക്ലൈംഡ് വിത്ത് ജോയ്, എക്സ്ക്ലൈംഡ് വിത്ത് ജോയ്, എക്സ്ക്ലൈംഡ് വിത്ത് ഹാപ്പി എന്നൊക്കെ ആയിരിക്കും.
ഇപ്പൊ ഇവിടെ ഹുറേ വന്നു ഈ എക്സാമ്പിൾ. അപ്പൊ അവിടെ എങ്ങനെയാ വന്നിരിക്കുന്നത്? ദ ബോയ് എന്നുള്ള സബ്ജക്ട് ആദ്യം നമ്മൾ എഴുതി, അതായത് റിപ്പോർട്ടിംഗിന്റെ സബ്ജക്ട് ഓഫ് റിപ്പോർട്ടിംഗ് വെർബ് എഴുതി ദ ബോയ് എന്നുള്ളത്. അടുത്തത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? റിപ്പോർട്ടിംഗ് വെർബാണ് എഴുതേണ്ടത്. അപ്പൊ ആ റിപ്പോർട്ടിംഗ് വെർബ് ഇവിടെ എന്താണ് എക്സ്ക്ലമേറ്ററി വേർഡ് എന്ന് നോക്കാം. ആ എക്സ്ക്ലമേറ്ററി വേർഡ് ഹുറേയാണ് കിടക്കുന്നത്. അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് വെർബ് നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ ഹുറേ വന്നു കഴിഞ്ഞാൽ സന്തോഷത്തിനെയാണ് കാണിക്കണേന്ന് പറഞ്ഞു. അപ്പൊ എന്ത് വെക്കണം? എക്സ്ക്ലൈംഡ് വിത്ത് ജോയ് അല്ലെങ്കിൽ എക്സ്ക്ലൈംഡ് വിത്ത് ഹാപ്പി എന്നായാലും ഉപയോഗിക്കാം. ഇവിടെ പറഞ്ഞു ദ ബോയ് എക്സ്ക്ലൈംഡ് വിത്ത് ജോയ് ദാറ്റ്. നമ്മൾ സ്റ്റേറ്റ്മെന്റിനെ കണക്ട് ചെയ്യാനായിട്ട് ഒരു കൺജങ്ഷൻ വെർബ് യൂസ് ചെയ്യണം. അതാണ് എന്ത്? ദാറ്റ്. ദാറ്റിനെ കണക്ടിങ് വെർബ് എന്നും പറയും. ഇങ്ങനെ എക്സ്ക്ലൈംഡ് വിത്ത് ജോയ് ദാറ്റ്. പിന്നെ ബാക്കിയുള്ളത് സ്റ്റേറ്റ്മെന്റിന്റെ ടെൻസിനനുസരിച്ച് മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ ഹുറേ എന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ വാവ് എന്ന് പറയുമ്പോൾ എന്തുപയോഗിക്കും? എക്സ്ക്ലൈംഡ് വിത്ത് ജോയ്, എക്സ്ക്ലൈംഡ് വിത്ത് ഹാപ്പി എന്നൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ ഒരു വാവ് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദീപു സെഡ് വാവ് എ നൈസ് ഷർട്ട് ഇറ്റ് ഈസ്. അപ്പൊ വാവ് എന്ന് പറയുമ്പോൾ അവിടെ എക്സ്ക്ലൈംഡ് വിത്ത് ഹാപ്പി എന്ന് ഉപയോഗിച്ചു. അപ്പൊ സബ്ജക്റ്റ് ആയ ദീപു അങ്ങനെ തന്നെ വെച്ചു. എന്നിട്ട് ദീപു എക്സ്ക്ലൈംഡ് വിത്ത് ഹാപ്പി. ദാറ്റ് എന്ന് പറയുന്ന കണക്ടിങ് വെർബ് യൂസ് ചെയ്തു. ഇനി ഇറ്റ് വാസ് എ നൈസ് ഷർട്ട് എന്ന് ഉപയോഗിച്ചു. അത് നമ്മുടെ ടെൻസിന് മാറ്റം വരുത്തിക്കൊണ്ട് ഉപയോഗിച്ചു. അങ്ങനെയാണ് ഹുറേ, വാവ്, ഹ എന്നുള്ള എക്സ്പ്രഷൻസ് ഒക്കെ മാറ്റിക്കൊണ്ട് നമ്മൾ റിപ്പോർട്ടിംഗ് വെർബ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായി മനസ്സിലാക്കേണ്ടത് വാട്ട്, ഹൗ എന്നൊക്കെ എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ തുടക്കത്തിൽ കാണും. വാട്ട്, ഹൗ ഇതൊക്കെ ലിഞ്ചു നമ്മളോട് പറഞ്ഞിരുന്നു. വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്ന് പറയുന്നത് ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. അത് വാട്ട് എന്ന് കഴിഞ്ഞിട്ടല്ല നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് ചേർക്കുന്നത്. അത് എവിടെയാണ് എക്സ്ക്ലമേഷൻ മാർക്ക് ചേർക്കുന്നത്? വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്നുള്ള സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷമാണ് എക്സ്ക്ലമേഷൻ മാർക്ക് ഉപയോഗിക്കുന്നത്. അപ്പോ ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദ ടീച്ചർ, വാട്ട് എ ബ്രില്യന്റ് സ്റ്റുഡന്റ് ഹി ഈസ്. ടീച്ചർ പറയാണ് വാട്ട് എ ബ്രില്യന്റ് സ്റ്റുഡന്റ് ഹി ഈസ്. അവന് എന്തൊരു ബ്രില്യന്റ് ആണെന്ന് ടീച്ചർക്ക് ഒരു അതിശയോക്തി തോന്നുകയാണ് അല്ലെ. അപ്പൊ വാട്ടോ ഹവോ യൂസ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് നമുക്ക് എക്സ്പ്രസ് വരുന്നത്? ഒരു അതിശയോക്തി ആയിരിക്കാം. ഇതിപ്പോ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ നമുക്ക് അതിശയോക്തിയായിട്ട് തോന്നുന്നു. ഇത് നെഗറ്റീവ് ആയിട്ടുള്ളതും വരാം. അപ്പൊ അതിനനുസരിച്ച് എന്താണോ നമുക്ക് ഫീലിംഗ് തോന്നിയ ആ ഫീലിംഗിന്, നമ്മളെല്ലാം ഇമോഷൻസ് ഒക്കെ അറിയാവുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഓരോ ഇമോഷൻസിനും സാഡ് ആണോ ഹാപ്പി ആണോ എന്താണ് വേർഡ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്കറിയാം സിറ്റുവേഷനിൽ. അപ്പോ ഇവിടെ ഒരു അതിശയോക്തി വന്നു. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? വണ്ടർ എന്നുള്ള വേർഡാണ് ചേർക്കേണ്ടത്. അപ്പൊ അവിടുത്തെ റിപ്പോർട്ടിംഗ് വെർബ് എന്താണ്? എക്സ്ക്ലൈംഡ് വിത്ത് വണ്ടർ. അപ്പൊ വാട്ട്, ഹൗ എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് റിപ്പോർട്ടിംഗ് വെർബാണ് ഉപയോഗിക്കേണ്ടത്? എക്സ്ക്ലൈംഡ് വിത്ത് വണ്ടർ. ഓക്കെ. ഇതില് പക്ഷേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇതില് കണ്ടോ ദ ടീച്ചർ എക്സ്ക്ലൈംഡ് ഇൻ വണ്ടർ എന്നാണല്ലോ, വിത്ത് അല്ലല്ലോ. അവിടെ അത് PPT ഒരു മിസ്റ്റേക്ക് വന്നിട്ടുള്ളതാണ്. എക്സ്ക്ലൈംഡ് വിത്ത് വണ്ടർ എന്നാട്ടോ. ഇത് ഇൻ വണ്ടർ എന്ന് പറഞ്ഞാലും മിസ്റ്റേക്ക് ഒന്നുമില്ല. നമുക്കത് യോജിക്കുന്ന വിധം ചേർക്കാന്നാണ്. യൂഷ്വലി ചേർക്കുന്നത് എക്സ്ക്ലൈംഡ് വിത്ത് വണ്ടർ എന്നാണ്. ഓക്കെ. ദ ടീച്ചർ എക്സ്ക്ലൈംഡ് വിത്ത് വണ്ടർ. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ കണക്ടിങ് വേർഡ് ആയിട്ടുള്ള ദാറ്റ് യൂസ് ചെയ്തു. ബാക്കി നമ്മൾ സ്റ്റേറ്റ്മെന്റില് ടെൻസുകൾ ചേഞ്ച് ചെയ്യുമല്ലോ. അപ്പൊ ആ ടെൻസിനനുസരിച്ച് ബാക്കിയുള്ള സെന്റൻസ് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഓരോ ഇപ്പോ ഹൗ ആണെങ്കിലും വാട്ട് ആണെങ്കിലും അവിടെ ഇങ്ങനെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഈ വ്യത്യാസങ്ങൾക്ക് വാട്ട് ആണെങ്കിൽ നമ്മള് പറഞ്ഞു എക്സ്ക്ലൈംഡ് വിത്ത് വണ്ടർ എന്ന് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ എക്സ്ക്ലൈംഡ് വിത്ത് സർപ്രൈസ്. നമ്മള് ഒരു അതിശയോക്തി തോന്നുമ്പോൾ നമ്മൾ സർപ്രൈസ് ആയിട്ടും പറയുമല്ലോ. അപ്പൊ എക്സ്ക്ലൈംഡ് വിത്ത് സർപ്രൈസ്, എക്സ്ക്ലൈംഡ് വിത്ത് ഡിലൈറ്റ് എന്നൊക്കെയുള്ള വേർഡും യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഒരു ഹൗ വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. The girl said how cute the dog is. പെൺകുട്ടി പറയാണ് ആ ഡോഗ് വളരെ ക്യൂട്ടാന്ന് പറയാണ് അല്ലേ. അപ്പൊ അവിടെ ഹൗ എന്ന് പറഞ്ഞു. അത് ഹൗ എങ്ങനെ എന്ന് ചോദ്യം ചെയ്യുന്നതല്ല, എന്തൊരു ഭംഗി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്.
അപ്പോ അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്നത് എന്താണ്? വണ്ടർ ആണോ, സർപ്രൈസ് ആണോ, എന്താണ് ഉപയോഗിക്കാൻ പറ്റുക? എക്സ്ക്ലൈംഡ് വിത്ത് the girl said how cute the dog is എന്ന് പറഞ്ഞു. അപ്പോ the girl exclaimed with wonder, exclaimed with surprise എന്നൊക്കെ ഉപയോഗിക്കാം. What വന്നാലും how വന്നാലും എങ്ങനെയാ ഉപയോഗിക്കുക? exclaimed with wonder അല്ലെങ്കിൽ exclaimed with surprise, exclaimed with delight എന്നൊക്കെ ഉപയോഗിക്കാം. അപ്പൊ ഈ പറഞ്ഞ ഉദാഹരണത്തിന്റെ ആൻസർ എങ്ങനെ വരും? The girl exclaimed with wonder that the dog was very cute. അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? വെരി ക്യൂട്ട്. ഇപ്പൊ ഇവിടെ തന്നിട്ടുള്ള എക്സാമ്പിളിൽ നോക്കിയാലും കാണാം. The teacher exclaimed with wonder that he was very brilliant student. ഈ വെരി എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് സ്പീച്ചിൽ കാണുന്നുണ്ടോ? ആ സ്റ്റേറ്റ്മെന്റിൽ ഇല്ലല്ലോ. വാട്ട് എ ബ്രില്യന്റ് സ്റ്റുഡന്റ് ഹീസ് എന്നല്ലോ ഉള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് അവിടെ വെരി എന്ന് വെച്ചത്? വെരി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു അസർട്ടീവ് ആണ്. അതായത് നമ്മളൊരു ഈ സെന്റൻസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ വാട്ട് എ ബ്രില്യന്റ് സ്റ്റുഡന്റ്, ഈ ബ്രില്യന്റ് എന്ന് പറയുന്നത് നൗൺ ആണോ അഡ്ജക്റ്റീവ് ആണോ? അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ്. അതായത് ഒരു സ്റ്റുഡന്റിനെ വിശേഷിപ്പിക്കാനല്ലേ ബ്രില്യന്റ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ആ ബ്രില്യന്റ് എന്ന അഡ്ജക്റ്റീവിന് മുന്നായിട്ട് വെരി എന്ന് വെക്കണം. അതായത് വാട്ട് എ എന്ന് പറയുന്നത് കൊണ്ട് വാട്ട് എന്ന് പറയുന്നിടത്തൊക്കെ എ വെരി എന്നാണ് പറയാ. എന്താണ്? വാട്ട് എന്ന് പറയുന്നിടത്ത് എ വെരി എന്നാണ് വരാം. അപ്പൊ ഹൗ എന്നുള്ളവർക്ക് എന്ത് വരും? വെരി എന്നാണ് വരാം. അതായത് നമുക്ക് ഹൗ എ എന്ന് പറയാറില്ല, വാട്ട് എ എന്ന് പറയാറുണ്ട്. വാട്ട് എ ബ്രില്യന്റ് സ്റ്റുഡന്റ്, വാട്ട് എ ഗുഡ് ഐഡിയ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്നൊക്കെ പറയുന്ന വാട്ട് എ എന്ന് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വാട്ട് എ എന്ന് പറയുന്നോർത്ത് എ വെരി എന്ന് യൂസ് ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ ദാറ്റ് ഹി വാസ് എ വെരി ബ്രില്യന്റ് സ്റ്റുഡന്റ് എന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ യൂസ് ചെയ്തത്. മനസ്സിലായോ? അത് നമ്മൾ അഡ്ജക്റ്റീവ് വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു അസർട്ടീവ് വെർബാണ്. എന്ത്? എ വെരി എന്നുള്ളതും വെരി എന്നുള്ളതും. ഇതിന്റെ നോട്ട് ഗ്രൂപ്പിൽ ഇടാട്ടോ. അപ്പൊ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. വാട്ട് ഹൗ വരുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കുക. എക്സ്ക്ലൈംഡ് വിത്ത് വണ്ടർ ആയിരിക്കാം, എക്സ്ക്ലൈംഡ് വിത്ത് സർപ്രൈസ് ആയിരിക്കാം. ഇനി അത് വാട്ട് എ എന്ന് പറയുമ്പോൾ ഒരു അഡ്ജക്റ്റീവ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ അവിടെ എ വെരി എന്ന് ആ അഡ്ജക്റ്റീവിന് മുന്നേ ചേർക്കേണ്ടതാണ്. ഹൗ ആണെങ്കിൽ അഡ്ജക്റ്റീവിന് മുന്നേ വെരി എന്നും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ അഡ്ജക്റ്റീവ് ഒന്നും അല്ലാതെ ഒരു നൗൺ ആണ് തന്നതെങ്കിൽ, ഇപ്പൊ വാട്ട് എ പ്ലേസ്, എ പ്ലേസ് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണോ നൗൺ ആണോ? പ്ലേസ് നൗൺ അല്ലേ? ആ, നൗൺ ആണ്. അപ്പൊ നൗൺ ആണെങ്കിൽ അവിടെ എ വെരിനോ അല്ല ഉപയോഗിക്കാം. ഗ്രേറ്റ് എന്നാണ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗുഡ്. ഗ്രേറ്റ് ഓർ ഗുഡ്. വാട്ട് എ പ്ലേസ്, എന്തൊരു പ്ലേസ് ആണ്. വാട്ട് എ ഗുഡ് പ്ലേസ് എന്നാക്കാം അല്ലേ? അല്ലെങ്കിൽ വാട്ട് എ ഗ്രേറ്റ് പ്ലേസ് എന്ന് പറയാം. മനസ്സിലായോ? അഡ്ജക്റ്റീവ് ആണെങ്കിൽ എ വെരി എന്നും, നൗൺ ആണെങ്കിൽ എ ഗ്രേറ്റ്, എ ഗുഡ് എന്ന് സന്ദർഭത്തിന് അനുയോജ്യമായി, ആ സ്റ്റേറ്റിന് അനുയോജ്യമായി ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ വാട്ടും ഹൗ എങ്ങനെ യൂസ് ചെയ്യും വരുമ്പോൾ വരുന്ന എക്സ്ക്ലമേറ്ററി വേർഡ്സിൽ എങ്ങനെയാണ് റിപ്പോർട്ടിംഗ് വെർബ് ഉപയോഗിക്കാമെന്നും, അഡ്ജക്റ്റീവ് വരുമ്പോ എങ്ങനെ ഉപയോഗിക്കണമെന്നും, നൗൺ വരുമ്പോ എങ്ങനെ ഉപയോഗിക്കണമെന്നും മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒന്ന് റിപ്ലൈ തരണം. ഓക്കെ. ഇനി അടുത്തത് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വിഷസ് ആണ്. നമ്മള് ചില വിഷസ് ഒക്കെ പറയുമ്പോൾ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാലും കാണാം ഹാപ്പി വിഷു. ഇപ്പൊ റീസെന്റ് ആയി കഴിഞ്ഞത് ഹാപ്പി വിഷു. ഈ ഹാപ്പി വിഷു ഇങ്ങനെ എഴുതുമ്പോഴാണ് നമ്മൾ എന്ത് ആശ്ചര്യചിഹ്നം ഇടുന്നുണ്ട്, എക്സ്ക്ലമേഷൻ മാർക്ക് ഇടുന്നുണ്ട്.
അപ്പൊ ഈ വിഷസ് പറയുന്നോർത്തും ഈ എക്സ്ക്ലമേഷൻ മാർക്ക് വരുന്നുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് റിപ്പോർട്ടിംഗ് സ്പീച്ചിലേക്ക് മാറ്റാന്ന്? എന്തൊക്കെയായിരുന്നു വിഷസ് വരുന്നത്? കൺഗ്രാറ്റുലേഷൻസ്, ഗുഡ് ലക്ക്, താങ്ക് ഗോഡ്, ഹാപ്പി ബർത്ത്ഡേ, വെൽക്കം, ഓൾ ദി ബെസ്റ്റ്. ഇതൊക്കെ എന്താണ്? വിഷസ് ആണ്. മേ ഗോഡ് ബ്ലസ് യു എന്നൊക്കെ പറയുന്നത് വിഷസ് ആണ്. അപ്പൊ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. He said, may God save my son. He prayed that God might serve his son എന്നാണ് ആൻസർ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ ഒരു എക്സ്ക്ലൈംഡ് വിത്ത് എന്നോ അല്ലെങ്കിൽ സെഡ് ദാറ്റ് എന്നോ അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മേ ഗോഡ് എന്ന് പറഞ്ഞ എന്താണ് അവിടെ ചെയ്യുന്ന വെർബ്? പ്രേയർ ആണ് അല്ലെ, പ്രാർത്ഥിക്കാണ്. അപ്പോ ആ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് അവിടെ യൂസ് ചെയ്യേണ്ടത് എന്താണ്? വെർബ്. അവിടെ യൂസ് ചെയ്യേണ്ട വെർബ് എന്തായിരിക്കും? പ്രേഡ് ആണ്. അത് കഴിഞ്ഞിട്ട് കണക്റ്റീവ് വേർഡ് ചേർക്കുക, ദാറ്റ് എന്നുള്ളത്. പിന്നെ നമ്മൾ പഠിച്ചു മേ മൈറ്റ് ആവുന്ന, അതിനനുസരിച്ച് ടെൻസ് മാറ്റിക്കൊണ്ട് ഉപയോഗിക്കുക. അപ്പോ ഹി പ്രേഡ് ദാറ്റ് എന്നാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഒരു എക്സാമ്പിൾ കൂടിയും പറയാനുണ്ടെങ്കിൽ ലില്ലി said താങ്ക് ഗോഡ് എന്ന് പറയാണ്. ലില്ലി പറയാണ് താങ്ക് ഗോഡ്. അപ്പൊ അവിടെ റിപ്പോർട്ടിംഗ് സ്പീച്ചിലേക്ക് വരുമ്പോ ലില്ലി താങ്ക്ഡ് ഗോഡ് അത്രേ വരുന്നുള്ളൂ. അവിടെ ലില്ലി താങ്ക്ഡ് ഗോഡ്. അതായത് നമ്മൾ ആ സെന്റൻസിന്റെ അർത്ഥം മുഴുവനാക്കുക എന്ന്, അവൾ എന്താണോ പറഞ്ഞത് അത് മാത്രം നമ്മൾ പറയുകയാണ് ചെയ്യുന്നത്. ലില്ലി താങ്ക്ഡ് ഗോഡ്. മനസ്സിലായോ? He thanked God മാത്രമേ വരുള്ളൂ. He said thank God എന്ന് പറയുമ്പോൾ ലില്ലി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മള് പറയുന്ന ഡയറക്റ്റ് സ്പീച്ചില്. ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വരുമ്പോ നമ്മൾ ആ പറഞ്ഞ കാര്യം മാത്രമാണല്ലോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ he thanked God. ഹി ആണെങ്കിൽ ഹി ഇവിടെ പേര് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലില്ലി താങ്ക്ഡ് ഗോഡ്. ഇപ്പൊ കൺഗ്രാറ്റുലേഷൻ ചെയ്തതാണെന്ന് നോക്കിയേ. ദിവ്യ said to ദീപു കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ എന്തായിരിക്കും ആൻസർ വരാ? ദിവ്യ കൺഗ്രാറ്റുലേറ്റഡ് ആരെയാണ് കൺഗ്രാറ്റുലേറ്റ് ചെയ്തത്? ദീപുനെ. അപ്പൊ ദീപു അത്രേ വരുന്നുള്ളൂ. അങ്ങനെയാണ് വിഷസ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ബാക്കിയുള്ള ഭാഗം എങ്ങനെയാണ് ടെൻസസ് ചേഞ്ച് ചെയ്തുകൊണ്ട്, ഇപ്പൊ നമ്മള് എക്സ്ക്ലമേഷൻ മാർക്ക് തുടങ്ങി, അത് റിമൂവ് ചെയ്തുകൊണ്ട് അവിടെ റിപ്പോർട്ടിംഗ് വെർബ് ഉപയോഗിച്ചു. എക്സ്ക്ലമേഷൻ മാർക്കും പിന്നെ എന്താണ് ഇന്റർജങ്ഷൻ വേർഡ്സ് ആയ ഹൂറേ, വാവ് അങ്ങനത്തെ വേർഡ്സ് ഒക്കെ റിമൂവ് ചെയ്തുകൊണ്ട് റിപ്പോർട്ടിംഗ് വെർബ് യൂസ് ചെയ്യുന്നതും ദാറ്റ് എന്ന് പറയുന്ന കണക്റ്റിംഗ് വെർബ് വരെ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് സെന്റൻസ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം? ടെൻസിന് വരുന്ന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടായിരിക്കണം സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ആ ഭാഗം ഇനി നമുക്ക് കൃപ എടുക്കുന്നതായിരിക്കും കേട്ടോ. ഇപ്പൊ ഇതെല്ലാം ഇതുവരെ മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ കൃപ ക്ലാസ് കണ്ടിന്യൂ ചെയ്യും കേട്ടോ. ഓക്കെ ദിവ്യ. ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. കേൾക്കാമോ? ഹലോ ഹലോ കേൾക്കാമോ? ഓക്കെ, അപ്പം എന്താണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്, അതിന്റെ സിറ്റുവേഷൻസ്, അത് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്, പിന്നെ എക്സ്ക്ലമേറ്ററി വേർഡ്സ് ഏതൊക്കെയാണ്, എക്സ്ക്ലമേറ്ററി സൈൻസ് ഏതൊക്കെയാണ്, വാട്ട്, ഹൗ, വിഷസ്, ഇതെല്ലാം എവിടെ എങ്ങനെ യൂസ് ചെയ്യണം എന്നെല്ലാം നമുക്ക് ലിഞ്ചും അദീബയും ദിവ്യയും പറഞ്ഞു തന്നു. ഇനി ഇതിന്റെ ലാസ്റ്റ് പാർട്ടായ റിപ്പോർട്ടഡ് ചേഞ്ചസ് ഇൻ ടെൻസസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ടെൻസസ് ഏതൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രധാനമായിട്ടും 5 ടെൻസസും അതിൻ്റെ ചേഞ്ചസുമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നോട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോണം. ഫസ്റ്റ് ആദ്യം ഞാൻ ഡിറക്റ്റ് സ്പീച്ചും രണ്ടാമത് പറയുന്നത് അതിൻ്റെ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വരുന്ന ടെൻസ് ചേഞ്ചുമാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഡിറക്റ്റ് സ്പീച്ച് വരുന്നതാണ് സിമ്പിൾ പ്രസൻറ്റ്. സിമ്പിൾ പ്രസൻറ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് വരുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആവുന്നു. സിമ്പിൾ പ്രസൻറ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ആവുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആവുന്നു. അടുത്ത രണ്ടാമത്തത്
സിമ്പിൾ പാസ്റ്റ് എന്ന ഡിറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ആകുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആവുന്നു. സിമ്പിൾ പാസ്റ്റ് ചേഞ്ചസ് ടു പാസ്റ്റ് പെർഫെക്റ്റ്. തേർഡ് വൺ, പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ് ചേഞ്ചസ് ടു പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പം ഡിറക്റ്റ് സ്പീച്ചിലെ പാസ്റ്റ് കണ്ടിന്യൂസ് എന്നത് ചേഞ്ച് ആവുമ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ആവുന്നു. ഇനി ഫോർത്ത് വൺ, പ്രസന്റ് കണ്ടിന്യൂസ് ചേഞ്ചസ് ടു പാസ്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസ് ചേഞ്ചസ് ടു പാസ്റ്റ് കണ്ടിന്യൂസ്. അടുത്ത ലാസ്റ്റ് വൺ ആണ് പ്രസന്റ് പെർഫെക്റ്റ് ചേഞ്ചസ് ടു പാസ്റ്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് ചേഞ്ചസ് ടു പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, സ്പീഡ് കൂടുതലാണോ? അല്ല. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് വൺ പറയാം. ആദ്യം ഡിറക്റ്റ് സ്പീച്ചിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ഏത് ടെൻസ് ആണ് പറഞ്ഞത്? സിമ്പിൾ പ്രസന്റ് അല്ലേ? ഓക്കെ, അപ്പം ഇതിനെല്ലാം ഒരു സ്ട്രക്ചർ ഉണ്ട്. ആദ്യം ഞാൻ സ്ട്രക്ചർ പറയാം. അപ്പൊ സിമ്പിൾ പ്രസന്റിന്റെ സ്ട്രക്ചർ നോട്ട് ഡൗൺ ചെയ്തോ. സബ്ജക്റ്റ് പ്ലസ് V1 ഫോം ഓഫ് ദി വെർബ്. സബ്ജക്റ്റ് പ്ലസ് V1 ഫോം ഓഫ് ദി വെർബ്. അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് വരുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആകുമെന്ന് പറഞ്ഞു. അപ്പം ആ സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്റ്റ് പ്ലസ് V2 ഫോം ഓഫ് ദി വെർബ്. സബ്ജക്റ്റ് പ്ലസ് V2 ഫോം ഓഫ് ദി വെർബ്. ഓക്കെ, ഇനി നമ്മൾ ഈ റിപ്പോർട്ടഡ് സ്പീച്ചിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ എക്സ്ക്ലമേറ്ററി സെന്റൻസിന് ഒരു സ്ട്രക്ചർ ഉണ്ട്. അതൊന്ന് എഴുതിയെടുത്തോ. സ്ട്രക്ചർ ഓഫ് ദി എക്സ്ക്ലമേറ്ററി സെന്റൻസ് ചേഞ്ച് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. അതൊന്ന് എഴുതിയെടുത്തോ. സബ്ജക്റ്റ് ഓഫ് ദി റിപ്പോർട്ടിംഗ് വെർബ്. സബ്ജക്റ്റ് ഓഫ് ദി റിപ്പോർട്ടിംഗ് വെർബ്. സൗണ്ട് കൂടുന്നു. സ്പീഡ് കൂടുന്നു. സോറി, സ്പീഡ് കൂടുന്നു. ഓക്കെ, നിർത്തി പറയാം. ഈ എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ സ്ട്രക്ചർ അവിടെ തൊട്ടാണോ കേൾക്കാത്തത്? അത് മുതൽ ഒന്നുകൂടി പറയണം. ഓക്കെ, എക്സ്ക്ലമേറ്ററി സെന്റൻസ് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനുള്ള സ്ട്രക്ചർ ആണ് പറയുന്നത്. സബ്ജക്റ്റ് ഓഫ് ദി റിപ്പോർട്ടിംഗ് വെർബ് പ്ലസ് റിപ്പോർട്ടിംഗ് വെർബ് പ്ലസ് റിപ്പോർട്ടിംഗ് വെർബ് plus that plus subject of the indirect speech plus subject of the indirect speech plus verb of the indirect speech plus verb of the indirect speech. അപ്പൊ ഇതാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് വരുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. സബ്ജക്റ്റ് ഓഫ് ദി റിപ്പോർട്ടിംഗ് വെർബ് പ്ലസ് റിപ്പോർട്ടിംഗ് വെർബ് പ്ലസ് ദാറ്റ് പ്ലസ് സബ്ജക്റ്റ് ഓഫ് ദി ഇൻഡയറക്റ്റ് സ്പീച്ച് പ്ലസ് വെർബ് ഓഫ് ദി ഇൻഡയറക്റ്റ് സ്പീച്ച്. എല്ലാരും ഓക്കെ ആണോ? ഹലോ, ഓക്കെ. അപ്പൊ ഞാൻ ഇനി ഫസ്റ്റ് വൺ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറയാം. സിമ്പിൾ പ്രസന്റ് ഡയറക്റ്റ് എല്ലാവരും സിമ്പിൾ പ്രസന്റിന്റെയും അത് സിമ്പിൾ പാസ്റ്റ് ആവുന്നതിന്റെ സ്ട്രക്ചർ എഴുതിയെടുത്തായിരുന്നോ ഞാൻ പറഞ്ഞേ? ഓക്കെ, അപ്പം സിമ്പിൾ പ്രസന്റിലുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. തൻവി സെഡ് വാട്ട് എ ലവ്ലി ഗാർഡൻ ഇറ്റ് ഈസ്. തൻവി സെഡ് വാട്ട് എ ലവ്ലി ഗാർഡൻ ഇറ്റ് ഈസ്. അപ്പം അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ എന്തായി മാറും എന്നാ പറഞ്ഞ? ഏത് ടെൻസ് ആവും? സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, അപ്പൊ അവിടുത്തെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് V2 ഫോം ഓഫ് ദി വെർബ്. അപ്പൊ നമുക്ക് ഈ എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ സ്ട്രക്ചർ വെച്ചിട്ടൊന്ന് നോക്കാം. അപ്പൊ അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താ? സബ്ജക്റ്റ് ഓഫ് ദി റിപ്പോർട്ടിംഗ് വെർബ്. അപ്പൊ ഇവിടുത്തെ റിപ്പോർട്ടിംഗ് വെർബിന്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? തൻവി. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ തൻവി എന്ന് പറയുന്നതാണ് അവിടുത്തെ സബ്ജക്റ്റ് ഓഫ് ദി റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത്. പ്ലസ് അടുത്തത് എന്താണ് ചേർക്കേണ്ടത്? റിപ്പോർട്ടിംഗ് വെർബ്. അപ്പൊ ഇവിടുത്തെ റിപ്പോർട്ടിംഗ് വെർബ് എന്താണ്? ഡയറക്റ്റ് സ്പീച്ചിൽ സിമ്പിൾ പ്രസന്റിൽ കിടക്കുമ്പം വാട്ട് എ ലവ്ലി ഗാർഡൻ ഇറ്റ് ഈസ്. അപ്പൊ എന്താ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ഇമോഷനാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ ഇപ്പുറത്ത് എങ്ങനെ വരും? റിപ്പോർട്ടിംഗ് വെർബായ എക്സ്ക്ലെയിംഡ് വിത്ത് വണ്ടർ.
അപ്പം വണ്ടർ, അത്ഭുതത്തോടുള്ള ഒരു ഇമോഷൻ എക്സ്ക്ലമേഷൻ ആണ് അവിടെ വരുന്നത്. തൻവി എക്സ്ക്ലെയിംഡ് വിത്ത് വണ്ടർ. നെക്സ്റ്റ് എന്താണ് വരുന്നത്? ദാറ്റ് ആഡ് ചെയ്യുക. എക്സ്ക്ലെയിംഡ് വിത്ത് വണ്ടർ ദാറ്റ്. പിന്നെന്താണ് വരുന്നത്? സബ്ജക്റ്റ് ഓഫ് ദി ഇൻഡയറക്റ്റ് സ്പീച്ച്. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്. ഇറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു തേർഡ് പേഴ്സൺ പ്രോനൗൺ ആണ്. അപ്പൊ തേർഡ് പേഴ്സൺ പ്രോനൗൺ എന്ന് പറയുന്നത് എന്താവത്തില്ല, ഒരിക്കലും ചേഞ്ച് ആവത്തില്ല. തേർഡ് പേഴ്സണിലുള്ള ടേംസ് എല്ലാം തന്നെ തേർഡ് പേഴ്സണിൽ തന്നെയാണ് പോകുന്നത്, അത് ചേഞ്ച് ആവത്തില്ല. അപ്പം തൻവി എക്സ്ക്ലെയിംഡ് വിത്ത് വണ്ടർ ദാറ്റ് ഇറ്റ്. ഈ ഇവിടുത്തെ ഡിറക്റ്റ് സിമ്പിൾ പ്രസന്റിൽ ഈസ് എന്തായിട്ട് ചേഞ്ച് ആവുന്നു? വാസ് ആയിട്ട് ചേഞ്ച് ആവുന്നു. അപ്പം ഇറ്റ് വാസ് എ വെരി ലവ്ലി. ലവ്ലി എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ്? ആർക്കെങ്കിലും പറയാമോ ആ ടൈം എന്താണ്? ലവ്ലി ഒരു പാർട്സ് ഓഫ് സ്പീച്ചിനകത്ത് വരുന്നതാ. അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ്, അതെ. അപ്പം ലവ്ലി എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. ലവ്ലി ഗാർഡൻ. അപ്പം ഫസ്റ്റ് ടെൻസ് ചേഞ്ച് എല്ലാവർക്കും ഓക്കെ ആണോ? ഒന്നുകൂടെ പറയണോ? ഓക്കെ. അപ്പം നെക്സ്റ്റ് പറയാം. സിമ്പിൾ പാസ്റ്റ് ചേഞ്ചസ് ടു പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പൊ സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ ആണ് പറയുന്നത്. സബ്ജക്റ്റ് പ്ലസ് V2 ഫോം ഓഫ് ദി വെർബ്. സബ്ജക്റ്റ് പ്ലസ് V2 ഫോം ഓഫ് ദി വെർബ്. അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആവുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആവുന്നു. അവിടുത്തെ ഏതെന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്. ഇനി എക്സാമ്പിൾ പറയട്ടെ? എക്സാമ്പിൾ പറയട്ടെ? പാസ്റ്റ് പെർഫെക്റ്റിലോട്ടല്ലേ വരുന്നേ? സിമ്പിൾ പാസ്റ്റ് ചേഞ്ചസ് ടു പാസ്റ്റ് പെർഫെക്റ്റ്. അതിന്റെ സ്ട്രക്ചർ എഴുതിയില്ലേ? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. ഓക്കെ. അപ്പം സിമ്പിൾ പാസ്റ്റിൽ ഡയറക്റ്റ് സ്പീച്ചിലുള്ള എക്സാമ്പിൾ പറയുകയാണ്. ഹി സെഡ് ഹുറേ ഐ വോൺ ദി റേസ്. ഹി സെഡ് ഹുറേ ഐ വോൺ ദി റേസ്. അപ്പൊ സബ്ജക്റ്റ് അവിടെ എന്താണ്? ഐ ആണ്. വോൺ എന്നുള്ളത് എന്താണ്? V2 ഫോം ആണ്. വിൻ വോൺ എന്നുള്ളതിന്റെ വിന്നിന്റെ V2 ഫോം ആണ് വോൺ എന്നുള്ളത്. അപ്പം അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് വരുമ്പോൾ എങ്ങനെയാവും? നമ്മുടെ എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ സ്ട്രക്ചർ വെച്ചിട്ട് എങ്ങനെയാവും? ആദ്യം എന്ത് കൊടുക്കണം? സബ്ജക്റ്റ് ഓഫ് ദി റിപ്പോർട്ടിംഗ് വെർബ്. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണെന്ന് പറഞ്ഞ ആരെങ്കിലും? ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ് റിപ്പോർട്ടിംഗ് വെർബിലെ? ഹി അല്ലേ? മനസ്സിലായില്ലേ? ഹലോ, ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയോ? പറയാം. സിമ്പിൾ പാസ്റ്റില് ഡയറക്റ്റ് സ്പീച്ച് കിടക്കുന്ന ക്വസ്റ്റ്യൻ പറയാം. ഹി സെഡ് ഹുറേ, HURRH, ഹുറേ എക്സ്ക്ലമേഷൻ മാർക്ക് ഐ വോൺ ദി റേസ്. ഐ വോൺ ദി റേസ്. ഓക്കെ ആണോ? ഇനി അപ്പം ആൻസർ പറയട്ടെ? അപ്പം സബ്ജക്റ്റ് ഓഫ് ദി റിപ്പോർട്ടിംഗ് വെർബ്. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ് ഈ സെന്റൻസിലെ? ഹി അല്ലേ? അതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ഓക്കെ. അപ്പം സബ്ജക്റ്റ് ഓഫ് ദി റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് ഹി ആണ്. പിന്നെ അവിടെ എന്താ ചേർക്കേണ്ടത്? റിപ്പോർട്ടിംഗ് വെർബ്. അപ്പം ഹുറേ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആ എക്സ്ക്ലമേഷൻ മാർക്ക് വരുമ്പോ എന്താണെന്നാണ് പറഞ്ഞത്? സോറോ ആണോ ജോയി ആണോ? ജോയ്. അപ്പൊ അവിടെ എങ്ങനെ വരും? അപ്പൊ അവിടുത്തെ റിപ്പോർട്ടിംഗ് വെർബ് എങ്ങനെ വരും? എക്സ്ക്ലെയിംഡ് വിത്ത് ജോയ്. He exclaimed with joy. പിന്നെ എന്ത് വരും? ദാറ്റ് ആഡ് ചെയ്യുക. ഹി എക്സ്ക്ലെയിംഡ് വിത്ത് ജോയ് ദാറ്റ് he won the race. ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യനകത്ത് ഐ എന്നുള്ളത് ഏത് പേഴ്സൺ ആയിരുന്നു? ഫസ്റ്റ് പേഴ്സൺ ആയിരുന്നു. അപ്പൊ ഐ ഫസ്റ്റ് പേഴ്സൺ ചേഞ്ച് ആയിട്ട് അവിടെ ഐ എന്നുള്ളത് ചേഞ്ച് ആയിട്ട് എന്തായി മാറി? ഹി ഓർ ഷീ ആയി. അപ്പം ഇവിടെ നമുക്ക് ഹി ചേർക്കാം. അപ്പൊ ഹി പ്ലസ് പിന്നെ നമ്മുടെ സ്ട്രക്ചർ എന്തായിരുന്നു? ഹാഡ് പ്ലസ് V3. അപ്പം ഹി ഹാഡ്, വിന്നിന്റെ V3 ഫോം എന്താണ്? വോൺ. അപ്പം ഹി ഹാഡ് വോൺ ദി റേസ്. ഓക്കെ ആണോ എക്സാമ്പിള്? അപ്പം നെക്സ്റ്റ് ടെൻസിലോട്ട് പോക്കോട്ടെ? നെക്സ്റ്റ് ടെൻസിലോട്ട് മൂവ് ചെയ്തോട്ടെ? ഓക്കെ. അപ്പം നമ്മുടെ മൂന്നാമത്തെ ടെൻസ് ആണ് പാസ്റ്റ് കണ്ടിന്യൂസ് ചേഞ്ചസ് ടു പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്.
അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ ഞാൻ പറയാം. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ing. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ing. ഇവിടെ ഒരു പോയിന്റ് കൂടെ ശ്രദ്ധിച്ചോണേ. ഇപ്പൊ ഈ വാസും വെയറും നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ വാസും വെയറും യൂസ് ചെയ്യേണ്ട എവിടാണെന്ന് പറഞ്ഞു തരാം. നോട്ട് ചെയ്തോ. ഐ അല്ലെങ്കിൽ ഷീ, ഹി, ഇറ്റ്, ഈ 4 ടേംസിനാണ് നമ്മൾ വാസ് യൂസ് ചെയ്യുന്നത്. ഐ, ഷീ, ഹി ഓർ ഇറ്റ്, അവിടെ നമ്മൾ വാസ് യൂസ് ചെയ്യും. ഇനി വേറെ യൂസ് ചെയ്യുന്നത് അവർ, വി, ദേ, യു. അവർ, വി, ദേ, യു, അതിനാണ് നമ്മൾ വേറെ യൂസ് ചെയ്യുന്നത്. ഇനി ഇത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് ചേഞ്ച് ആകുമ്പോൾ അവിടുത്തെ സ്ട്രക്ചർ പറഞ്ഞുതരാം. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. ഒന്നുകൂടെ പറയാം. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. ഓക്കെ ആണോ? എക്സാമ്പിൾ പറയട്ടെ. ഓക്കെ. അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസ്, അതായത് ഡയറക്റ്റ് സ്പീച്ചിൽ കിടക്കുന്ന എക്സാമ്പിൾ പറയുവാണ്. ദി ക്യാപ്റ്റൻ സെഡ് ലിസൺ അവർ ബോയ്സ് വെയർ പ്രാക്ടീസിങ് സിൻസ് മോർണിംഗ്. ദി ക്യാപ്റ്റൻ സെഡ് ലിസൺ അവർ ബോയ്സ് വെയർ പ്രാക്ടീസിങ് സിൻസ് മോർണിംഗ്. അപ്പം ഇത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് ചേഞ്ച് ആകുമ്പോൾ എങ്ങനെ വരും? ആദ്യം എന്താണ് നമ്മൾ ചേർക്കേണ്ടത്? നമ്മുടെ സബ്ജക്ട് ഫോം ഓഫ് ദി റിപ്പോർട്ടിംഗ് വെർബ്. അതെന്താണ് ഇവിടുത്തെ സബ്ജക്ട് ഫോം ഓഫ് ദി റിപ്പോർട്ടിംഗ് വെർബ്? എന്താണ് ഇവിടെ? The captain. ദി ക്യാപ്റ്റൻ. വെരി ഗുഡ്. അപ്പൊ ഇങ്ങനെ വരും ദി ക്യാപ്റ്റൻ. പിന്നെ എന്താണ് അവിടെ ചേർക്കേണ്ടത്? റിപ്പോർട്ടിംഗ് വെർബ്. അവിടുത്തെ റിപ്പോർട്ടിംഗ് വെർബ് എന്താണ്? ലിസൺ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്തുവാ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു സീരിയസ് മാറ്റർ ആണ്. അപ്പം ദി ക്യാപ്റ്റൻ എക്സ്ക്ലെയിംഡ് സീരിയസ്ലി. പിന്നെ എന്ത് ചേർക്കണം? That ചേർക്കണം. പിന്നെന്താ ചേർക്കേണ്ടത്? ഓക്കെ, ദാറ്റ് ചേർക്കുക. പിന്നെന്താ, ഈ അവർ എന്നുള്ളത് എന്താണ്? ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺ ആണ്. അപ്പൊ ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺ ആയ അവർ ചേഞ്ച് ആവുമ്പോൾ അവിടെ എന്താവും? ദെയർ ആവും. അപ്പൊ ദെയർ ബോയ്സ്. ആ ദെയർ ബോയ്സ് എന്നുള്ളത് എന്താണ്? ഇൻഡയറക്റ്റ് സ്പീച്ചിലെ സബ്ജക്റ്റ് ആണ്. അപ്പം ദെയർ ബോയ്സ്. പിന്നെ നമ്മുടെ സ്ട്രക്ചർ എന്തായിരുന്നു? സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഹാഡ് ബീൻ. അപ്പൊ ഹാഡ് ബീൻ ചേർക്കുക. ദെയർ ബോയ്സ് ഹാഡ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. അപ്പം ദെയർ ബോയ്സ് ഹാഡ് ബീൻ. പ്രാക്ടീസിന്റെ V3 ഫോം എന്താ? വെർബ് പ്ലസ് ing എന്താണ്? പ്രാക്ടീസിങ് സിൻസ് മോർണിംഗ്. അതിന്റെ ആൻസർ ഒന്നുകൂടെ പറയാം. ദി ക്യാപ്റ്റൻ എക്സ്ക്ലെയിംഡ് സീരിയസ്ലി ദാറ്റ് ദെയർ ബോയ്സ് ഹാഡ് ബീൻ പ്രാക്ടീസിങ് സിൻസ് മോർണിംഗ്. ഓക്കെ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ഇതുവരെ ഉള്ളതിൽ? ഡൗട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടോ? ഓക്കെ, അടുത്ത ടെൻസിലോട്ട് പോട്ടെ. Okay, this reads, കഴിയാറായോ? മിസ് 2 എണ്ണം കൊണ്ടുണ്ട്, അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കട്ടെ. Yeah, okay. ഓക്കെ. അടുത്ത 4-മത്തെയാണ് പ്രസന്റ് കണ്ടിന്യൂസ്. അത് ചേഞ്ച് ആവുന്നത് പാസ്റ്റ് കണ്ടിന്യൂസിലേക്കാണ്. പ്രസന്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ പറയാം. സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് വെർബ് പ്ലസ് ing. സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ing. ഇവിടെ ഈസോ ആമും വരുവാണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ വാസ് ചേർക്കുക. ആർ ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസിൽ വേറെ ചേർക്കുക. പാസ്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ing. അപ്പം എക്സാമ്പിൾ പറയാം പ്രസന്റ് കണ്ടിന്യൂസിന്റെ. ഹി സെഡ് ലുക്ക് രാജു ഈസ് സ്വിമ്മിങ് വിത്ത് 1 arm. അപ്പം നമ്മുടെ സബ്ജക്റ്റ് ഓഫ് ദി റിപ്പോർട്ടിംഗ് വെർബ് ഹി, പിന്നെ റിപ്പോർട്ടിംഗ് വെർബ് എക്സ്ക്ലെയിംഡ് വിത്ത് സർപ്രൈസ് ദാറ്റ് രാജു വാസ് സ്വിമ്മിങ് വിത്ത് 1 arm. He exclaimed with a surprise that Raju was swimming with 1 arm. ഇനി ലാസ്റ്റ് വൺ ആണ് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ്. അതിന്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹവ് പ്ലസ് V3. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹവ് പ്ലസ് V3 ഫോം. അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് ആവുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. അതിന്റെ എക്സാമ്പിൾ പറയാം. പ്രസന്റ് പെർഫെക്റ്റ് The commander said to them, Bravo, you have done well. അപ്പോൾ ഇത് ആൻസർ വരുമ്പം സബ്ജക്റ്റ് ഓഫ് ദി റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ്? ദി കമാൻഡർ.
റിപ്പോർട്ടിംഗ് വെർബ് എന്താണ്? അപ്ലോഡഡ്. ബ്രേവോ എന്ന് പറഞ്ഞ മുമ്പേ ഓൾറെഡി പറഞ്ഞു, അഭിനന്ദനം, അംഗീകാരം. അപ്പൊ അപ്ലോഡഡ് എന്നുള്ള ടേം യൂസ് ചെയ്യുക. ദി കമാൻഡർ അപ്ലോഡഡ് ദം, പിന്നെ ദാറ്റ് ആഡ് ചെയ്യുക, ദാറ്റ്. പിന്നെ യു എന്നുള്ളത് സെക്കൻഡ് പേഴ്സൺ ആണ്, അത് പ്രോനൗണി, അത് ചേഞ്ച് ആകുമ്പം ദേ ആവുന്നു. അപ്പം ദി കമാൻഡർ അപ്ലോഡഡ് ദം ദാറ്റ് ദേ. പിന്നെ നമ്മുടെ സ്ട്രക്ചർ വെച്ച് ഹാഡ് പ്ലസ് V3, ദേ ഹാഡ് ഡൺ വെൽ. അപ്പൊ ഇത്രയാണ് ചേഞ്ചസ് ഇൻ ടെൻസസ് വരുന്നത്. ഇതിന്റെ നോട്ട് ഓഡിയോയും ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് തരാം, ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, താങ്ക് യു മിസ്. Okay, clear? Yeah. So class 11 നന്നായിട്ട് എടുത്തോളൂ. Okay, പോർഷൻ ക്ലിയർ ആയി വിശ്വസിക്കുന്നു. ഒരുപാട് പറയാൻ ടൈം ഇല്ല കേട്ടോ, അല്ലെങ്കിൽ അടുത്ത ക്ലാസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിനെ കുറിച്ച് കുറച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇനി മോക്ക് ടെസ്റ്റ് അപ്ലോഡ് ചെയ്യാലോ? ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യാലോ? ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, ഓക്കെ ആണ്. ഓക്കെ, ക്ലിയർ. അപ്പൊ നാളെ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ സൈൻ ഔട്ട് പറയുന്നുണ്ടോ? പെട്ടെന്ന് പറയും. സൈൻ ഔട്ട് ഉണ്ടോ? ഇല്ല തോന്നുന്നു മിസ്സേ. ഇല്ല. ഓക്കെ, സോ താങ്ക് യു ഓൾ. സീ യു ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ.